ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു. രാവിലെ എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ടിട്ട് അമ്പലത്തിലൊക്കെ പോയി കാണുമെന്ന് കരുതുന്നു. ഞാനും വിഷുക്കണിയൊക്കെ കണ്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്. കാപ്പിയൊക്കെ കുടിച്ചു. ഇനിയിപ്പം ഉച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വിഷു ആശംസകളൊക്കെ നേർന്നിട്ട് പോകാമെന്ന് കരുതി. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി വിഷു കണിയൊക്കെ കണ്ടു കാണുമെന്ന് കരുതുന്നു. എല്ലാ അമ്പലങ്ങളിലും ഇന്ന് വളരെ തിരക്കാണ്. പ്രധാനപ്പെട്ട ചില അമ്പലങ്ങളിലൊക്കെ ഉത്സവമാണ് വിഷുവിന്. മിക്കവാറും ഇപ്രാവശ്യം നമുക്ക് മേടമാസം 1-ാം തീയതി വിഷുവും കൂടെ ഒന്നിച്ചാണ് വരുന്നത്. ഇപ്രാവശ്യം ഇന്നലെ മേടമാസം 1-ാം തീയതി, ഇന്ന് വിഷു, അങ്ങനെയാണ് വന്നത്. അതിൻ്റെ സമയം അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടായതാണെന്നാണ് പറയുന്നത്. പിന്നെ വിഷുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനം വിഷുക്കണിയാണ്. വിഷുക്കണിക്ക് നമ്മൾ എല്ലാ ധാന്യങ്ങളും ഒരുക്കും. വിഷു ആചരിക്കുന്നത് വിളവെടുപ്പ് ഉത്സവമായിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള എല്ലാ പച്ചക്കറികളും, അതേപോലെ ചക്ക, മാങ്ങ എല്ലാം നമ്മൾ കണിയായിട്ട് ഒരുക്കാറുണ്ട്. ഇതെല്ലാം ദർശിച്ച് നമ്മുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്നാണ് വിഷു ദർശനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷുവിൻ്റെ അന്ന് ഇങ്ങനെ കണിയൊക്കെ ഒരുക്കി കാണുന്നത്. പിന്നെ കണിക്കൊന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കണിക്കൊന്ന പറഞ്ഞു കേൾക്കുന്നത്. അതിന് മുമ്പ് ഈ സമയത്താണ് ഈ കണിക്കൊന്ന ശരിക്കും പൂക്കുകയും ചെയ്യുന്നത്. അത് എനിക്കറിയാവുന്നത് എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥ. ഒരു കുട്ടി, ഒരു ദരിദ്രനായ ഒരു ബ്രാഹ്മണ ബാലൻ ഇങ്ങനെ അമ്പലത്തിൽ കളിക്കാൻ പോകുമായിരുന്നു. എല്ലാ ദിവസവും ഒരിടത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ കളിക്കാൻ പോകും. അപ്പോൾ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണനും ഇറങ്ങി വന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അരയിൽ കിടന്ന അരിഞ്ഞാണം ഊരി കുട്ടി കൊതി കൊണ്ട്, കൃഷ്ണൻ്റെ അരിഞ്ഞാണം നല്ല ഇങ്ങനെ ചെയിനും മുത്തുമുള്ള നല്ല അരിഞ്ഞാണമല്ലേ, അത് കണ്ടിട്ട് കൊതി തോന്നിയിട്ട് കുട്ടി ഒരു ദിവസം കൃഷ്ണനോട് എന്നും കളിക്കുമ്പോൾ ചോദിക്കും, ഈ അരിഞ്ഞാണം എനിക്ക് ഇനി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ദിവസം കൃഷ്ണൻ അരിഞ്ഞാണം ഊരി അവന് കൊടുക്കും. കുട്ടി ഇത് വിട്ടുകൊണ്ട് അങ്ങ് വീട്ടിൽ പോകും. അപ്പോഴത്തേന് പിറ്റേ ദിവസം പൂജാരി വന്ന് ക്ഷേത്രത്തിലെ നട തുറന്ന് നോക്കുമ്പോൾ ഭഗവാന്റെ അരിഞ്ഞാണം കാണുന്നില്ല. പിന്നെ അതിനെ ചൊല്ലി എല്ലാ അന്വേഷണമായി. അപ്പോൾ ഈ ദരിദ്ര ബാലൻ്റെ വീട്ടിൽ ഈ അരിഞ്ഞാണം കുഞ്ഞ് അവിടെ കൊണ്ട് ഇട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ മോഷ്ടിച്ചതാണെന്ന് കരുതി ആ കുട്ടിയെ ഒരുപാട് എല്ലാവരും ശകാരിക്കുകയും വഴക്ക് പറയുകയും എല്ലാം ചെയ്തു. പക്ഷേ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് കൃഷ്ണൻ തന്നതാണ് ഇതെന്ന്. പക്ഷേ ആർക്കും അത് വിശ്വസിക്കാൻ വയ്യ. കാരണം അങ്ങനെ ഭഗവാൻ ഇറങ്ങി കളിച്ചു എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ കുട്ടിയെ ഒരുപാട് എല്ലാവരും ശകാരിക്കുകയും കുട്ടിയുടെ അച്ഛനെ അടിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് പറയും, കൃഷ്ണ, നീ ഇതെനിക്ക് തന്നെയല്ലേ, എന്നിട്ട് ഇത് എല്ലാവരും എന്നെ ഇങ്ങനെ പഠിക്കുന്നല്ലോ എന്ന് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഈ അരിഞ്ഞാണം ഊരി ഒറ്റ എറി വെച്ച് കൊടുക്കും. എറിയുമ്പോഴത്തേക്കിന് അത് പോയിട്ട് അടുത്തുള്ള കൊന്ന മരത്തിനകത്ത് തൂങ്ങിക്കിടക്കും. അപ്പോൾ ആ കൊന്ന മരത്തിൽ നിന്ന് നിറയെ പൂ ഉണ്ടായിട്ട് അതിലിങ്ങനെ കൊന്നപ്പൂക്കൾ തൂങ്ങിക്കിടക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കൊന്നപ്പൂക്കൾ കിടക്കുന്ന കണ്ടാലറിയാം. ഇങ്ങനെ നല്ല ഒരുമാതിരി മുത്തും കുഞ്ഞുമുത്തായിട്ട് ഇങ്ങനെ അങ്ങനെയാണ് തൂങ്ങിക്കിടക്കുന്നത്. അപ്പോഴത്തേന് അതേപോലെ ഈ അരിഞ്ഞാണത്തിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ നിറയെ പൂത്ത് കിടക്കും. എന്നിട്ട് ഒരു അശരീരി ഉണ്ടാവും. ഇത് എല്ലാ വർഷവും മേടത്തിലെ വിഷുവിൻ്റെ അന്ന് ഇത് വെച്ച് എന്നെ പൂജിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ ജനങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് ഭഗവാൻ അരുളി ചെയ്യും. അങ്ങനെയാണ് ആ കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഈ കൊന്നപ്പൂവിന് വളരെയധികം പ്രാധാന്യം ഈ നമ്മുടെ വിഷു നാളുകളിൽ വന്നിട്ടുള്ളതാണ്. എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു തന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കഥയാണിത്. എന്തായാലും കൊന്നപ്പൂ നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ടാണ് നമ്മുടെ വിഷുവിന്. എല്ലാ വീട്ടിലും ഒരു കൊന്നയുടെ ഒരു ശകലം പൂവെങ്കിലും നമ്മൾ വെക്കും. എങ്കിൽ മാത്രമേ ആ പൂവ് ആ വിഷുക്കണി കണ്ടത് നമുക്കൊരു വിഷുക്കണി കണ്ട ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതാണ് കൊന്നപ്പൂവിൻ്റെ പ്രാധാന്യം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും കൊന്ന ഈ സമയത്ത് നന്നായി പൂക്കും. നല്ല ചൂടടിക്കുന്നത് കൊണ്ടാണ് കൊന്ന നന്നായിട്ട് പൂക്കുന്നത്. ഇപ്രാവശ്യം കൊന്ന ഒരുപാട് നേരത്തെ അങ്ങ് പൂത്തു. ഇപ്രാവശ്യം ഭയങ്കര ചൂടാണല്ലോ, അന്നേരം പൂവൊക്കെ നേരത്തെ എല്ലാത്തിലും പൂത്ത്. പിന്നെ അതുപോലെ കൊന്നപ്പൂ കുറച്ച് പൊഴിഞ്ഞു പോയിട്ടുണ്ട്.
ഇപ്രാവശ്യം കിട്ടാൻ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പൈസ കൊടുത്തൊക്കെ നമുക്ക് ഫ്രഷായിട്ടുള്ള ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വലിയ കാടിനകത്തൊക്കെ കയറിപ്പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. 100 രൂപ 50 രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഒരു 2-3 കതിർ പൂ കിട്ടുന്നുണ്ട്. അങ്ങനെ കൊന്നപ്പൂ ഇപ്പം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും കൊന്നപ്പൂ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആൾക്കാർ പറിച്ചുകൊണ്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരിങ്ങനെ വിൽക്കാൻ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ജംഗ്ഷനിലൊക്കെ. അവർ പിന്നെ കാട്ടിലൊക്കെ പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് ഇപ്പം ആർക്കും വീടുകളിലൊന്നും കൊന്ന ഇല്ലല്ലോ, എല്ലാം മുറിച്ച് വീടുകളൊക്കെ വെക്കുന്നത് കാരണം ഒന്നുമില്ല. അന്നേരം ഇതുപോലെ പൈസ കൊടുത്തായാലും കിട്ടുന്നത് വളരെ ഉപകാരമായിട്ടാണ് കരുതുന്നത്. അങ്ങനെ കൊന്നപ്പൂ എല്ലാം എല്ലാവരും ശേഖരിച്ച് പിന്നീട് എന്തൊക്കെ വെക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ വയ്ക്കും. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചക്ക, മാങ്ങ, പറങ്കി മാങ്ങ, അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുമായിരുന്നു നമ്മൾ വിഷുക്കണിയായിട്ട് ഒരുക്കുന്നത്. ഇപ്പോഴാണ് പിന്നെ മുന്തിരിങ്ങ, ഫ്രൂട്ട്സ്, അങ്ങനെ ഈ ഓറഞ്ച് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഒരുക്കി കാണുന്നത്. പണ്ടൊക്കെ നമ്മളങ്ങനെ മുന്തിരിങ്ങയൊന്നും വയ്ക്കത്തില്ല. കൂടുതലും മാങ്ങ, അതുപോലെ തേങ്ങ, അതേപോലെ ചക്ക, പറങ്കി മാങ്ങ, പിന്നെ മാങ്ങ, പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ അത്, പിന്നെ പഴം, അതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിനൊരുക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഈ ഓറഞ്ചും മുന്തിരിങ്ങയൊക്കെ വെക്കുന്നത് കാണുന്നത്. എന്തായാലും തട്ടങ്ങളെല്ലാം നിറഞ്ഞ് പിന്നെ നെല്ല്, പിന്നെ പൈസ എല്ലാം വെച്ച്, സ്വർണം, പിന്നെ മുണ്ട് എല്ലാം വെക്കും നമ്മൾ കണി കാണുന്നതിന്. ഇതെല്ലാം വെച്ച് നല്ല ഐശ്വര്യത്തോടെ നമ്മൾ കണി കാണുന്നത് ഒരു വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അങ്ങനെ എല്ലാ വർഷവും ആ ഒരു ദിവസം വരുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും അതിനു വേണ്ടി ഒരുക്കുകയും പിന്നെ അതെല്ലാം ഒരുക്കി പിറ്റേ ദിവസം രാവിലെ നമ്മളെ അമ്മ കണ്ണൊക്കെ അടച്ചുകൊണ്ട് വന്ന് കണി കാണിക്കുന്നതും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിഷുക്കൈനീട്ടം. വിഷുക്കൈനീട്ടം നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആൾ എല്ലാവർക്കും പൈസ തരും. അന്നൊന്നും ഇതുപോലെ ഒരു വലിയ 500, 1000 അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും 1 രൂപയുടെ ഓരോ നാണയമാണ് തരുന്നത്. ആ 1 രൂപയുടെ നാണയം നമ്മൾ പിറ്റേ വിഷു വരെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും ഒരു നാണയം തരുന്നത് വളരെ സന്തോഷത്തോടാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇപ്പം നാണയമൊക്കെ മാറി വലിയ വലിയ നോട്ടുകളായി. പിന്നെ 100 രൂപയായിരുന്നു, ഇപ്പോൾ 500 രൂപയായി ഒക്കെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. എങ്കിലും പണ്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഇപ്പോഴും 5 രൂപയുടെയോ 10 രൂപയുടെയൊക്കെ ഓരോ നാണയങ്ങളാണ് എല്ലാവർക്കും വിഷുക്കൈനീട്ടമായിട്ട് കൊടുക്കുന്നത്. അതും വളരെ എല്ലാ കുട്ടികൾക്കും, നമ്മളെ പോലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ വിഷു വരുന്നത്. കാരണം ഈ പൈസ കിട്ടുന്നത് കൊണ്ട്. ഇപ്പോഴും അതേപോലെ ഇപ്പോഴത്തെ ഉള്ള കുട്ടികൾക്കും വിഷുവിന് ഈ കൈനീട്ടം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ പ്രായമായ ആൾക്കാർക്ക് നമ്മൾ വിഷുക്കൈനീട്ടം കൊടുക്കുന്നത് അവർക്കും വളരെ സന്തോഷമാണ്. നമ്മളെ എല്ലാവരും അത് പരിഗണിക്കുന്നുണ്ടോ അല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അങ്ങനെ വിഷുക്കൈനീട്ടമാണ് വിഷുവിൻ്റെ മറ്റൊരു പ്രാധാന്യം. അങ്ങനെ വിഷു എല്ലാം കൊണ്ടും വളരെ പ്രധാനമാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് നമ്മളങ്ങനെ നോൺ വെജ് ഒന്നും തെക്ക് സൈഡിലോട്ട് വെക്കാറില്ല. പക്ഷേ വടക്കോട്ടൊക്കെ എല്ലാവരും നോൺ വെജ് വയ്ക്കും. അതുപോലെ പടക്കം പൊട്ടിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്ത് അങ്ങനെ പടക്കമൊന്നും പൊട്ടിക്കുന്ന പതിവില്ല. നമ്മൾ ദീപാവലിക്കാണ് പടക്കം പൊട്ടിക്കുന്നത്. പക്ഷേ ഞാൻ പാലക്കാട് ആ സൈഡിലൊക്കെ, തൃശ്ശൂർ, പാലക്കാട് അവിടെയൊക്കെ നന്നായിട്ട് പടക്കം കച്ചവടം നടക്കുന്ന സമയമാണ് വിഷുവിന്. നമ്മൾ ദീപാവലിക്ക് പൊട്ടിക്കുന്നത് പോലെ തന്നെ അവരൊക്കെ ഒരുപാട് പടക്കം പൊട്ടിക്കും ഈ വിഷുവിന്. അതേപോലെ ബന്ധുജനങ്ങളെല്ലാം വരികയും അതുപോലെ ഉത്സവം, അവർക്ക് ഓണത്തിനേക്കാളും വലിയ ആഘോഷമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വിഷുവിൻ്റെ അന്ന്. അങ്ങനെ വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമാണ് ഏറ്റവും പ്രാധാന്യം. പിന്നെ വിഷു സദ്യയ്ക്ക് അതുപോലെ നമ്മൾ ഓണത്തിനെ പോലെ തന്നെ എല്ലാവിധ കറികളും ഉണ്ടാക്കി, പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സദ്യ വിളമ്പുകയും അതുപോലെ പായസം ഉണ്ടാക്കുകയും ചെയ്യും. പായസം ഉണ്ടാക്കി കൃഷ്ണന് നിവേദിക്കുന്ന ഒക്കെ ചെയ്യുന്നതുണ്ട്. അത് അങ്ങനെ അല്പം പായസം, മിക്കവാറും പാൽപ്പായസമോ അല്ലെങ്കിൽ വെർമസെല്ലിയോ ഒക്കെ ആയിരിക്കും എല്ലാവരും വെക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ദിവസമായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. പിന്നീട് എല്ലാവരുടെയും ഒത്തുചേരലിൻ്റെ ഒരു ദിവസവും കൂടിയാണല്ലോ വിഷു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഒത്തുചേരുകയും
അതുപോലെ എല്ലാവരും പരസ്പരം അറിയുന്നതിനും കുട്ടികളും ബന്ധുക്കളും ഒക്കെ അവധിയും കൂടെ ആണല്ലോ. എല്ലാ പ്രാവശ്യവും ഈ വിഷു വരുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ അടയ്ക്കുന്ന സമയം കൂടെ ആയിരിക്കും. അപ്പോഴേ എല്ലാവരും വിഷുവിന് ഒത്തുചേരുകയും എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുകയും ഇപ്പം പിന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നതും അതേപോലെ സിനിമയ്ക്ക് പോകുന്നതും ഒക്കെയാണ് എല്ലാവർക്കും സന്തോഷം. അതിനൊക്കെ പോകാനും എല്ലാത്തിനും നമ്മൾ ഈ വിഷു കഴിഞ്ഞ് വിഷുവിൻ്റെ സദ്യയൊക്കെ ഉണ്ട് കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് സന്തോഷത്തോടുകൂടി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പോകുന്നതാണ് കാണുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി ആചരിക്കുന്ന ഒരു ദിവസമാണ് വിഷു. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷുവും വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നമ്മൾ ആഘോഷിച്ചു. എല്ലാവരും വിഷുവിന് ഒരുക്കിയ വീഡിയോ ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അതുപോലെ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയൊക്കെ ചെയ്തു. ഞാനും വിഷുവിന് ഒരുക്കിയ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടാം. ഞാൻ എല്ലാം ഒന്നും വെച്ചിട്ടില്ല, കുറച്ച് കിട്ടിയ ഫ്രൂട്ട്സ് പഴങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് ചെറുതായിട്ടേ ഒരുക്കിയുള്ളൂ. അങ്ങനെയാണ് ഇവിടെ അധികം ഞാൻ ഒരുക്കിയ വീഡിയോയും ഇതിനകത്ത് ഇടുന്നതായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു വിഷു നമുക്ക് കൊണ്ടാടാൻ കഴിഞ്ഞു. പിന്നെ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഭയങ്കര ചൂട്. എല്ലാവരും വെള്ളമൊക്കെ ധാരാളം കുടിക്കണം. അതേപോലെ പകൽ സമയത്തൊന്നും അധികം റോഡിലൊന്നും ഇറങ്ങാതെ സൂര്യതാപം ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക. വെള്ളം നമ്മുടെ ശരീരത്തിന് എത്ര കുടിച്ചാലും ഇപ്പോഴത്തെ ചൂടിൽ ഒരു പ്രയോജനമില്ല. കുടിക്കും തോറും പിന്നെയും വെള്ളം കുടിക്കാനാണ് തോന്നുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും നമുക്കങ്ങനെ തോന്നാറില്ല. അങ്ങനെ എല്ലാവരും വെള്ളം കുടിച്ചും അതേപോലെ നമ്മൾ വെള്ളം ദാഹിക്കുമ്പോൾ പോയി കൊക്കോകോള അതുപോലെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ 7up അങ്ങനത്തെ ഒന്നും വാങ്ങി കുടിക്കാൻ ശ്രമിക്കരുത്. അല്ലാതെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഈ തണ്ണിമത്തങ്ങ അതേപോലെ ഉള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതാണ്. അല്ലാതെ അതേപോലത്തെ ഈ കൊക്കോകോള പോലെയുള്ള പാനീയങ്ങളൊന്നും വാങ്ങിച്ച് കുടിച്ച് നമുക്ക് കുറച്ചുകൂടെ അസുഖങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. പിന്നീട് ഫാനിടാതൊന്നും ഇപ്പോൾ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്രാവശ്യം കറണ്ട് ചാർജൊക്കെ നല്ല കൂടുതലായിരിക്കും. അതിനിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇച്ചിരി നേരം കറണ്ട് പോയി ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പിന്നെ ഇന്ന് ഫാനിടാതിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഫാനൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ AC-യുടെ ഉപയോഗമൊക്കെ വളരെ കൂടുതലാണ്. രാത്രിയിലൊക്കെ നമുക്ക് അങ്ങ് അവിയുന്ന കണക്കൊരു ചൂടാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ അത് എല്ലാവരും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ കറണ്ടിൻ്റെ ഉപയോഗം കൂടുന്നു എന്നുള്ളത് സത്യമാണ്. അതുപോലെ ഗ്യാസൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അടുപ്പിലൊക്കെ തീ കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. അതുപോലെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കറിൻ്റെയൊക്കെ ഉപയോഗം കൂടുന്നത് മൂലവും കറണ്ട് ചാർജ് കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. എങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വിഷു കൊണ്ടാടുക. അതുപോലെ തന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. നമുക്ക് ആപത്തൊന്നും വരാത്ത രീതിയിൽ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുകയും ഒക്കെ ചെയ്യും. എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു. നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉള്ള ഒരു നല്ല വിഷു ആകട്ടെ. നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.